നിന്റെ നാവിനെ നീ ശ്രദ്ധിച്ചാൽ നിനക്ക് വിശുദ്ധനാവാം, വിശുദ്ധയാവാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വീട്ടിലെ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും അതിർത്തി പ്രശ്നമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിച്ചുകൊള്ളുക. ഭാര്യ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു, ഇതെന്റെ വീട്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്, ഞാൻ. അഹങ്കാര ഭാഷ നല്ലതല്ല. ഞാൻ വൈകുന്നേരം അല്പം വൈകി വന്നാൽ നിങ്ങൾ എവിടെയായിരുന്നു എനിക്കറിയാം. എൻ്റെ അച്ഛ ഞാൻ എവിടെയായിരുന്നു ഇവക്ക് എന്തറിയാം. വിശുദ്ധ അന്തോനിസ് പുണ്യവാളം വഴി ഒരു അത്ഭുതകരമായ ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ നാവിന് കടിഞ്ഞാണിടണമേ, എന്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വലിയ സങ്കീർത്തകന്റെ പ്രാർത്ഥന വിശുദ്ധ അന്തോനിസ് പുണ്യവാളന്റെ മധ്യസ്ഥം കീഴിൽ നമ്മൾ സമർപ്പിച്ച് വലിയ ദൈവിക ഇടപെടലിന് വേണ്ടി ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വെറും 36 വർഷക്കാലം മാത്രമാണ് ഈ ഭൂമിയിൽ വിശുദ്ധ അന്തോനിസ് പുണ്യവാളൻ ജീവിച്ചത്. 1195 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ജനിച്ച് 1231 ജൂൺ മാസം 13-ാം തീയതി മരിച്ച വിശുദ്ധൻ. ഈ വർഷം 2025 നമ്മൾ ഇന്നേ ദിവസം ഈ വെള്ളിയാഴ്ച ദിനത്തിൽ വിശുദ്ധ അന്തോനിസ് പുണ്യവാളന്റെ തിരുനാൾ ദിവസം ജൂൺ മാസം 13-ാം തീയതി ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ആഘോഷിക്കുമ്പോൾ വലിയ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയാവോ? ജൂൺ മാസം 13-ാം തീയതി വിശുദ്ധ അന്തോനിസ് പുണ്യവാളൻ മരിച്ച ദിവസം അത് ഒരു വെള്ളിയാഴ്ച ദിനമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ചിലരുടെയൊക്കെ നെറ്റ് ചൊളിഞ്ഞു. അല്ല, ഈ വിശുദ്ധ അന്തോനിസ് പുണ്യവാളന്റെ ദിവസം നമ്മൾ ഏതാ ആഘോഷിക്കുന്നത്? ചൊവ്വാഴ്ചയല്ലേ? പിന്നെ ഈ വെള്ളിയാഴ്ച? ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം പറയട്ടെ. അതായത് വർഷങ്ങൾക്ക് മുമ്പ് 1231 ജൂൺ മാസം 13-ാം തീയതി അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ദിവസം അന്തോനിസ് പുണ്യവാളൻ മരിച്ചപ്പോൾ ഈ വാർത്തയറിഞ്ഞ് ആ പ്രദേശത്തുള്ള, ചരിത്രത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആ പ്രദേശത്തുള്ള കുട്ടികളും യുവജനങ്ങളും റോഡ് നിരത്തിലേക്ക് ഇറങ്ങിയിട്ട് അവരിങ്ങനെ വാവിട്ട് നിലവിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ദേ വിശുദ്ധൻ മരിച്ചു, വിശുദ്ധൻ മരിച്ചു. പ്രിയപ്പെട്ടവരെ, പാതുവായിലേക്ക് അധികാരികൾക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത വണ്ണം അത്രമാത്രം ജനബാഹുല്യം. വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനി, ഞായർ, തിങ്കൾ, 17-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ്. അധികാരികൾക്കും അതോടൊപ്പം തന്നെ ശവസംസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് അധികാരികൾക്ക് എത്താൻ പറ്റിയത്. കാരണം അത്രമേൽ ജനക്കൂട്ടമായിരുന്നു. വിശുദ്ധ അന്തോനിസ് പുണ്യവാളനെ അടക്കം ചെയ്ത ദിവസമാണ് ഏത്? ചൊവ്വാഴ്ച ദിവസം. ആ ചൊവ്വാഴ്ച ദിവസത്തിനാണ് പിന്നീട് അത്രമേൽ പ്രാധാന്യം, ഒരു പ്രത്യേകമായ വണക്കത്തിൻ്റെ ദിവസമായി നമ്മൾ മാറ്റിവെച്ചത്. മരിച്ചത് ഏതാ? വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ നമ്മൾ വിശ്വസിച്ചോണം, ചരിത്രം പുറകോട്ട് പോകുമ്പോൾ ഇന്നേ ദിവസം വിശുദ്ധ അന്തോനിസ് പുണ്യവാളന്റെ വലിയൊരു മധ്യസ്ഥം തേടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഇവിടെ നമ്മൾ ഇരിക്കുന്നത്. ഉച്ചത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ എന്ന് പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, മരിച്ചിട്ട് 1 വർഷം തികയുന്നതിന് മുമ്പ് അന്തോനിസ് ആരായി മാറി? വിശുദ്ധ അന്തോനിസ് പുണ്യവാളനായി മാറി. ചരിത്രത്തിൽ അന്ന് വരെ കേൾക്കാത്തൊരു കാര്യമാണ് കത്തോലിക്ക സഭയിൽ സംഭവിച്ചത്. ഏറ്റവും പെട്ടെന്ന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 352 ദിവസം. മരിച്ചത് 1231. പിന്നീട് തൊട്ടടുത്ത വർഷം 1232 മെയ് മാസം 30-ാം തീയതി എന്ന് പറഞ്ഞാൽ വെറും 352 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ അന്തോനിസ് പുണ്യവാളനെ വിശുദ്ധനായി പ്രഖ്യാപനം ചെയ്തു. ഹല്ലേലൂയ,
ആ വലിയ സാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് വിശുദ്ധ അന്തോനിസിന്റെ സാന്നിധ്യം തൊട്ടടുത്ത് കണ്ടുകൊണ്ട് നല്ലൊരു കയ്യടി വിശുദ്ധ അന്തോനിസ് പുണ്യവാളൻ വഴി കത്തോലിക്ക തിരുസഭയുടെ മഹത്വത്തിനായി ഒന്ന് സമർപ്പിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ പിന്നീട് ഈ റെക്കോർഡ് മറ്റൊരു വിശുദ്ധൻ അതൊന്ന് ഭേദിച്ചിട്ടുണ്ട്. അതായത് 336 ദിവസങ്ങൾ കൊണ്ട് വിശുദ്ധനായി മാറിയിട്ടുള്ള വെറോണിയയിലെ പീറ്റർ, സെന്റ് പീറ്റർ ഓഫ് വെറോണിയ, ഒരു ഡൊമിനിക്കൻ സന്യാസിയായിരുന്നു. അദ്ദേഹം പിന്നീട് കൊല്ലപ്പെട്ടു. വെറും 336 ദിവസം കൊണ്ട് ഈ ഡൊമിനിക്കൻ വൈദികനെ തിരുസഭ ഒരു വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിശുദ്ധൻ, ഈ ഞാൻ രണ്ടാമത് പറഞ്ഞ വിശുദ്ധനുണ്ടല്ലോ, നമ്മുടെ സെന്റ് പീറ്റർ ഓഫ് വെറോണിക്ക, അദ്ദേഹം മരിച്ചത് വെറും 46 വയസ്സുള്ളപ്പോഴാണ്. അന്തോനിസ് പുണ്യവാളൻ മരിക്കുമ്പോൾ 36, സെന്റ് പീറ്റർ ഓഫ് വെറോണിയ മരിക്കുമ്പോൾ 46 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ഒത്തിരി പേരുടെ വയസ്സൊക്കെ ഒന്ന് ചിന്തിച്ചോണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുമ്പിൽ ഒരു ചലഞ്ച്, വലിയൊരു ശക്തമായിട്ടുള്ളൊരു സാന്നിധ്യം കൊണ്ടൊരു ചോദ്യം പോലെ ചോദിക്കുവാണ്, നിന്റെ ജീവിതത്തിൽ നിനക്കും ഒരു വിശുദ്ധനാവണ്ടേ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താവണ്ടേന്ന്? ഒരു വിശുദ്ധനാവണ്ടേ? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, ഇങ്ങനെയൊക്കെ നടന്നാൽ പോയി മതിയോ ഒരു വിശുദ്ധനാവണ്ടേ? ചോദിച്ചേ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ഒരു വിശുദ്ധനാവണ്ടേ, വിശുദ്ധയാവണ്ടേ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചേച്ചിയുടെ ഇരിപ്പ് കണ്ടിട്ട് എന്നോട് ചോദിക്കുവാണ്, എൻ്റെ വെച്ച ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, പറ്റണ്ടേ അല്ലേ? പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക തിരുസഭയിൽ വിശുദ്ധ പൗലോസ്ലീഹ വചനത്തിലൊക്കെ വായിക്കുമ്പോൾ എഴുതി വെച്ചിട്ടില്ലേ, ക്രിസ്ത്യാനികളെ പരസ്പരം വിളിച്ചുകൊണ്ടിരുന്ന എന്തുവാ? വിശുദ്ധരെന്നാ വിളിച്ചുകൊണ്ടിരുന്നത്, വിശുദ്ധർ. ഒരു ക്രിസ്ത്യാനിയാണോ ആ വ്യക്തി ആരാ? ഒരു വിശുദ്ധനാണെന്നാ പറയണം. ഒരു വിശുദ്ധൻ, ഒരു വിശുദ്ധ. അപ്പൊ അടുത്തിരിക്കുന്നത് ആരാ? നോക്കിക്കേ, അടുത്തിരിക്കുന്നത് ആരാ? നിസാരപ്പെട്ട ആളല്ല, കാര്യം ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും ആരാ? വിശുദ്ധയാണ്, വിശുദ്ധയാണ് തൊട്ടടുത്തിരിക്കുന്നത്. ഹല്ലേലൂയാ. ആ വിശുദ്ധനും വിശുദ്ധയ്ക്കും ഒന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, എന്നാണാവോ വിശുദ്ധനാവുന്നത്? ചോദിച്ചേ, നന്നായിട്ടൊന്ന് കൈ കൊടുത്തോണ്ട് ചോദിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ അന്തോനിസ് പുണ്യവാളൻ, പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ പറഞ്ഞല്ലോ, 1 വർഷം തികയുന്നതിന് മുമ്പാണ് ഇദ്ദേഹം വിശുദ്ധനായിട്ട് ഇതാ പ്രഖ്യാപിക്കപ്പെട്ടത്. കാരണം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും അത്രമേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കപ്പെട്ട ഒരു വിശുദ്ധന്റെ സാന്നിധ്യമാണ്. പിന്നീട് വർഷങ്ങൾ മുന്നോട്ട് നീങ്ങി 32 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ അന്തോനിസ് പുണ്യവാളന്റെ ഒരു ബസിലിക്ക പണിയപ്പെട്ടതിന് ശേഷം ആ ബസിലിക്കയിലേക്ക് വിശുദ്ധ അന്തോനിസ് പുണ്യവാളന്റെ ശരീരാവശിഷ്ടങ്ങൾ കല്ലറയിൽ നിന്നെടുത്ത് അത് നേരെ ബസിലിക്ക പള്ളിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ സെമിത്തേരിയിൽ ദൈവജനം സാക്ഷി നിർത്തിക്കൊണ്ട് ആ വലിയ കല്ലറ തുറന്ന് ശരീരത്തിലെ അവശിഷ്ടങ്ങൾ, എല്ലും ശരീരത്തിലല്ലേ, വർഷങ്ങൾ 32 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നതാ ഉള്ളേ? ഒന്നുമില്ലല്ലോ. പിന്നെ ഇനി കുറച്ച് എല്ല് മാത്രമേ ഉള്ളൂ പൊടിഞ്ഞു പോകാത്തത്. അതിങ്ങനെ പെറുക്കി പെറുക്കി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വലിയ ഒരത്ഭുതം. ചരിത്രത്തിൽ ഈ ശാസ്ത്രത്തിന് ഇന്ന് വരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരത്ഭുതം. അന്തോനിസ് പുണ്യവാളന്റെ നാവ് അഴിയാതെ നമ്മുടെയൊക്കെ നാവിരിക്കുന്നത് പോലെ ജീവനോടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാവ്. ഒന്ന് കൈയടിച്ച് ചരിത്രത്തിന് ദൈവം പ്രവർത്തിച്ച കൃപയോർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 1263 അപ്രകാരം ആ വലിയ അത്ഭുതം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, അഴുകാത്ത വിശുദ്ധ അന്തോനിസ് പുണ്യവാളന്റെ നാവിൻ്റെ ഒരു തിരുനാളുണ്ട്. അതെന്താണെന്നറിയാവോ? ഫെബ്രുവരി മാസം 18-ാം തീയതി. അത് ചരിത്രത്തിൽ രേഖപ്പെട്ട ഒരു തിരുനാളാണ്, അഴുകാത്ത നാവിൻ്റെ തിരുനാൾ. ഇവിടെ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓൺലൈനിൽ പങ്കെടുക്കുന്നവരെ, അഴുകാത്ത നാവ്, ഈ അഴുകാത്ത നാവ് എന്നോടും നിന്നോടും വിശുദ്ധനാവാനും വിശുദ്ധയാവാനും ആഗ്രഹിക്കുന്ന ഓരോ ദൈവമക്കളോടും പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിന്റെ നാവിനെ നീ ശ്രദ്ധിച്ചാൽ നിനക്ക് വിശുദ്ധനാവാം, വിശുദ്ധയാവാം. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ നാവിനെ ശ്രദ്ധിച്ചാൽ ആരാവാം?
വിശുദ്ധനാവാം, വിശുദ്ധയാവാം. ഒന്ന് പറഞ്ഞു കൊടുത്തേ അടുത്തിരിക്കുന്നവരോട്, നിന്റെ നാവിനെ ശ്രദ്ധിച്ചാൽ. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ എങ്ങനെ പറയും? നമ്മുടെ സംസാരത്തെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആരാവാം? നമുക്കൊരു നിയന്ത്രണം ഇല്ലാത്തത് എന്നതാ? നമുക്കൊരു നിയന്ത്രണം ഇല്ലാത്തൊരു കാര്യമാണ് ഈ സംസാരം. ചേച്ചി വെള്ളം കുടിച്ചോ? കുടിച്ചോ, ഞാനൊന്നും പറയത്തില്ല. പക്ഷേ നാവിനെ ശ്രദ്ധിച്ചാൽ, സംസാരത്തെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആരാവാം? വിശുദ്ധനാവാം, വിശുദ്ധയാവാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അന്തോനിസ് പുണ്യവാളൻ, വിശുദ്ധ കുർബാനയോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്ന, ദൈവസ്നേഹ അനുഭവത്തിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ അന്തോനിസ് പുണ്യവാളൻ ഈ ശുശ്രൂഷ മധ്യേ എന്നോടും, കേട്ടല്ലോ, എന്നോടും നിന്നോടും പറയാണ്, നിന്റെ സംസാരത്തെ നീ ശ്രദ്ധിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യത്തോട് അങ്ങേയറ്റം അടുപ്പം വരുമ്പോൾ നമുക്കറിയാലോ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ പരിശുദ്ധ കുർബാന ആദ്യം സ്പർശിക്കുന്ന നമ്മുടെ ശരീരത്തിലെ അവയവം ഏതാ? നമ്മുടെ നാവ്. നമ്മുടെ നാവിലേക്കാണ് പരിശുദ്ധ കുർബാന അതിങ്ങനെ സ്പർശിക്കപ്പെടുന്നത്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പന്തക്കുസ്ത അനുഭവത്തെക്കുറിച്ച് വചനം വായിക്കുന്നുണ്ടല്ലോ. അതിലെന്താ എഴുതിയിരിക്കുന്നത്? അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. തൊട്ടടുത്ത വചനം ഏതാ? ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ദൈവത്തോടും ദൈവകാര്യങ്ങളോടും അടുക്കുന്തോറും ആ വ്യക്തിയുടെ നാവിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, എന്നാലും വചനം പഠിപ്പിക്കുന്ന കാര്യമാണിത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സംസാരത്തെ ശ്രദ്ധിച്ചാൽ നമ്മൾ വിശുദ്ധ ചൈതന്യത്തിൽ വളരാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നതും പഠിക്കുന്നതുമായ വചനം സങ്കീർത്തന പുസ്തകം 141-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം. കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ നാവിന് എന്ത് വേണം? കടിഞ്ഞാണിടണമെന്ന്. കടിഞ്ഞാൺ. സാധാരണ ഈ കടിഞ്ഞാൻ ഇടുന്നത് ഏതോ ഒരു മൃഗത്തിനെ കടിഞ്ഞാണിടുമല്ലോ. ഏതിനാ? കുതിര. എന്തിനാ? കുതിരയെ നിയന്ത്രിക്കുവാൻ കടിഞ്ഞാണിടും. കുതിരയെ നിയന്ത്രിക്കുന്ന ആളുടെ കയ്യിലാണ് ഈ കടിഞ്ഞാൻ. ഇങ്ങനെ പിടിക്കും. എന്നിട്ട് വചനം പറയുന്നത് എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമെന്ന്, സെക്യൂരിറ്റി ഗാർഡ്സ് വേണമെന്ന്. ചേച്ചി, ബൗൺസേഴ്സ് എന്നത് കണ്ടിട്ടില്ല? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സെലിബ്രിറ്റികളൊക്കെ വരുമ്പോൾ ചുറ്റുവട്ടത്തും കണ്ടിട്ടില്ല, നല്ല കറുത്ത ബനിയനൊക്കെ ഇട്ട് നല്ല ജിമ്മനായിട്ടുള്ള പിള്ളേരിങ്ങനെ നടക്കുന്ന ബൗൺസേഴ്സ് എന്നാണ് പറയുന്നത്. ബൗൺസേഴ്സ്, സെക്യൂരിറ്റി ഗാർഡ്സ്. നടക്കുന്നവനെ സേഫ് ആക്കാനായിട്ട് ഇങ്ങനെ നടക്കുക. കാവലേർപ്പെടുത്തണമെന്ന്, സെക്യൂരിറ്റി ഗാർഡ്സ് വേണമെന്ന്. ആർക്ക്? നമ്മുടെ നാവിനെ. ദാവീദ് രാജാവ് ഇതാ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിന്റെ നാവിനെ നീ വളരെയധികം ശ്രദ്ധിക്കണം. അതിനൊരു കടിഞ്ഞാൺ വേണം, അതിനൊരു സെക്യൂരിറ്റി വേണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ചിന്തിക്കും, ഇത്രയും പ്രാധാന്യം ഈ നാവിന് കൊടുക്കേണ്ടതുണ്ടോ? ശരീരത്തിൽ എന്തെല്ലാം അവയവങ്ങൾ കിടക്കുന്നു, ഈ നാവിന് ഇത്രയും സെക്യൂരിറ്റിയും ഇത്രയും കടിഞ്ഞാണും കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നാവിനെ ശ്രദ്ധിച്ചാൽ ജീവൻ രക്ഷിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു വചനം പഠിച്ചാലോ, അത് സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാം തിരുവചനം. ബുക്ക് ഓഫ് പ്രൊവർബ് ചാപ്റ്റർ 18 വേഴ്സ് 21. 18-ാം അധ്യായം 21-ാം തിരുവചനം. ജീവനെ നശിപ്പിക്കുവാനും പുലർത്തുവാനും നാവിന് കഴിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ദ ടങ് എന്ന് എഴുതിയിരിക്കുന്നത്. ജീവനെ
നശിപ്പിക്കുവാനും പുലർത്താനും വളർത്തുവാനും എന്തിനു പറ്റും? നാവിന് പറ്റും. നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ ഇത് വളർത്തണോ തളർത്തണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തീരുമാനം ഇരിക്കുന്നത് നമ്മുടെ സംസാരത്തിലാണ്. നമ്മുടെ സംസാരം നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്റെ സംസാരം നീയൊന്ന് ശ്രദ്ധിക്കണം. ആ ചേച്ചിക്ക് സന്തോഷമായി. കുറച്ച് നാളായി ഇവളോട് പറയണമെന്ന് കരുതിയൊരു കാര്യമാണ്. ഏതായാലും ഇവിടെ വന്നപ്പോൾ അതിന് പറ്റി. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരും പറയണേ, അടുത്തിരിക്കുന്ന ആളോട് പറയണേ, നിന്റെ സംസാരം നീയൊന്ന് ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സംസാരം നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ധ്യാനാവസരത്തിൽ ഒരു ഇടവക, അപ്പം ആ ഇടവകയിൽ ഒരു കുടുംബം ഭയങ്കര സാമ്പത്തിക ഞെരുക്കത്തിലാണ്. ആ കുടുംബം സാമ്പത്തിക ഞെരുക്കത്തേക്കാൾ ഉപരിയാണ് ആ വീട്ടിലെ കുടുംബനാഥൻ കിടപ്പാണ്. അപ്പം ഞാൻ ഈ വികാരി അച്ഛൻ്റെ കൂട്ടത്തിൽ ആ വീടൊക്കെ സന്ദർശിച്ച അവസരത്തിൽ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ വീടെന്താ ഇങ്ങനെ, ഇവർക്കിത് എന്നാ പറ്റിയേ? അച്ഛ എന്ത് പറയാനാ, കുടുംബനാഥൻ കിടപ്പിലായതിനു ശേഷം ആ വീടിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. അപ്പം ഈ അച്ഛൻ ഈ പള്ളിയിൽ വരുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ കിടപ്പിലായതാണ്. അപ്പം അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, എനിക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ ഇയാൾ കിടപ്പിലായതിനു ശേഷം ഈ വീട് മൊത്തത്തിൽ അച്ഛ ഒരു നാശം പിടിച്ചൊരവസ്ഥയിലാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു കൗതുകത്തിന് വേണ്ടി ഈ വീടിനെ കുറിച്ചൊരു അന്വേഷണം നടത്തി. അപ്പോഴാണ് ആ വീട്ടുകാരെ തന്നെ എന്നോട് പറഞ്ഞത്, അച്ഛാ എന്തു പറയാനാ, ഇവരുടെ വീടും തൊട്ടടുത്ത് മറ്റൊരു വീടുണ്ട്. ഇവർ തമ്മിൽ ഇവരുടെ അതിർത്തിയുണ്ട്. ആകപ്പാടെ 5-8 സെൻറ്റ് സ്ഥലം ഉള്ളൂ. ഈ ഉള്ള സ്ഥലത്ത് എല്ലാ ദിവസവും അതിർത്തി തർക്കം. ആ മരം ഇങ്ങോട്ട് വെച്ചു, അവിടുന്ന് ആ ഇല ഇങ്ങോട്ട് വീഴുന്നു, ആ മരത്തിൻ്റെ കമ്പ് ഇങ്ങോട്ട് വളഞ്ഞിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും വഴക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വീട്ടിലെ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും അതിർത്തി പ്രശ്നമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. അതായത് എൻ്റെ അച്ഛാ, ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ആ പറമ്പിനോട് ചേർന്ന് അപ്പുറത്തെ വീട്ടിൽ ഒരുത്തൻ്റെ മരം മുഴുവൻ ഇപ്പുറത്താണ്, ഇങ്ങനെ വളഞ്ഞു കിടക്കുക. പറഞ്ഞത് വെട്ടാനായിട്ട് അവൻ വെട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, മഹാപ്രശ്നത്തിലാണ്. അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ അസ്വസ്ഥത, എന്തെങ്കിലും വഴിപ്രശ്നം, അങ്ങനെയൊക്കെ ഉള്ളവർ കുറച്ച് പേരുണ്ട്. കുറച്ച് പേർക്ക് കൈവെക്കണമെന്നുണ്ട്, പക്ഷേ അടുത്തിരിക്കുന്നവനാണ് അയൽവാസി, പിന്നെ എങ്ങനെയാണ് കൈവെക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആയിക്കോട്ടെ ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പം ഞാൻ ഈ പറഞ്ഞ വീട്ടുകാർ തൊട്ടടുത്താണ് നമ്മുടെ അയൽവാസി. ഇവരുടെ തൊട്ടടുത്ത് വീട്, 2 പേരും ക്രിസ്ത്യാനികളാണ്. 5-8 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. പക്ഷേ കുടുംബനാഥമാർ, ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ കുടുംബനാഥമാർ മിക്കവാറും ദിവസങ്ങളിൽ ഈ അതിർത്തി പ്രദേശത്ത് നിന്നുണ്ട് എല്ലാ ദിവസവും വഴക്കാണ്. അവിടെ മതിലല്ല അവർക്കുള്ളത്, അവർക്കൊരു വേലിയാണുള്ളത്. മരം ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുക, വേലി. അപ്പോൾ ഈ വേലിയുടെ അവിടെ ചെന്ന് എല്ലാ ദിവസവും വഴക്കുണ്ടാകും. ഒരു ദിവസം, വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ മനുഷ്യൻ കിടപ്പിലാകുന്നതിനുള്ള ചരിത്രമാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഒരു ദിവസം ഭാര്യയെ അപ്പുറത്തെ ഇപ്പുറത്തെ 2 കുടുംബനാഥന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കി. വൈകുന്നേരം ആകുമ്പം ഭർത്താക്കന്മാർ തിരിച്ചു വന്നു. അവരും ഒരുമിച്ച് സന്തോഷത്തോടുകൂടെ വരുന്നവരാണ്. 2 പേരും വന്നു. എന്നിട്ട് 2 പേരും അവരവരുടെ വീട്ടിലോട്ട് കടന്നു പോയി ചെന്നു. അപ്പോൾ ഒരു വീട്ടിൽ ഭാര്യ ഇങ്ങനെ കാത്തു നിൽക്കുക. നിങ്ങളിങ്ങനെ നടന്നോ, വീടൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഉടനെ ഭർത്താവ് പറഞ്ഞു, നീ എന്തുവാടി പറയണേ, എന്താ പ്രശ്നം? എന്തു പറയാനാ, അപ്പുറത്തെ വീട്ടുകാരുണ്ടല്ലോ, അയൽവാസികൾ അതിർത്തി കയറി വന്നുള്ളത് നമ്മുടെ മൊത്തം പോവുക. നിങ്ങളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? ഭാര്യ എന്നിട്ട് പറഞ്ഞു, ആണാന്നും പറഞ്ഞ് നടന്നോ, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം? ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുന്ന ഭർത്താവാണ്. ഈ മനുഷ്യൻ ചോദിച്ച, അടി അതിനിപ്പം ഞാൻ എന്നാ വേണമെന്നാ ഈ പറയണേ? നിങ്ങൾ ആണാണെന്നും പറഞ്ഞ് നടക്കാതെ എൻ്റെ പൊന്നു മനുഷ്യ അങ്ങോട്ട് ചെന്നിട്ട് ആ വേലി മുഴുവൻ പൊളിച്ചു കളാം. എന്നിട്ട് അവിടെ ഇരുന്ന അരിവാളെടുത്ത് അങ്ങോട്ട് കയ്യിലോട്ട് കൊടുത്തു. ഭാര്യയുടെ മുമ്പിൽ പുരുഷനാണെന്ന് തെളിയിക്കണമല്ലോ, വേറെ മാർഗ്ഗമില്ലല്ലോ. അരിവാളം പിടിച്ചോണ്ട് നേരെ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നിട്ട് ആ വേലി മുഴുവൻ പൊട്ടിക്കുന്നു. അവിടെ ഇരിക്കുന്ന ആ മരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ചു കളയുന്നു. തകർക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ അവിടുന്ന് ബഹളം കേട്ടുകൊണ്ട് ഓടി വരുന്നു. 2 പേരും ഒരേ സ്ഥലത്ത് ജോലി കഴിഞ്ഞ് വന്നവരാണ്. അവർ നല്ല സ്നേഹിതരാണ്. പക്ഷേ
ഇവരുടെ ഭാര്യമാർ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ആക്രോശങ്ങളായി വഴക്കുകളായി എന്തു പറയേണ്ടു എൻ്റെ പ്രിയപ്പെട്ടവരെ. ഈ ഭർത്താക്കന്മാർ തമ്മിൽ അടിപിടിയായി ബഹളം കൂടി അവിടെ ഇവൻ്റെ കയ്യിൽ വാക്കത്തിയിരിക്കുന്നു, മറ്റവൻ അവിടെ ഇരുന്നൊരു കല്ലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നു, ഇടിക്കുന്നു. ഇതിനിടയിൽ അറിയാതെയാണെന്നാണ് പിന്നീട് മനസ്സിലാക്കപ്പെടുന്നത്, അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ കയ്യിൽ ഇരുന്ന വലിയൊരു കല്ല്, ആ കല്ല് ഈ മനുഷ്യൻ്റെ കഴുത്തിൻ്റെ പുറകുവശത്താണ് അടി കൊണ്ടത്. ആ ഒറ്റ അടിയിൽ വീണതിന് ശേഷം ഞാനിപ്പോൾ പറയുന്ന ഈ സംഭവത്തിൻ്റെ അവസ്ഥ, അയാൾ ആ കുടുംബത്തിൽ കിടപ്പിലായി, വർഷങ്ങളായി കിടപ്പിലായി. ആ ഒരൊറ്റ അന്നത്തെ ഉണ്ടായ കലഹത്തിൽ കഴുത്തിൻ്റെ പുറകുവശത്ത് മർമ്മത്താണ് കിട്ടിയത്. അന്നത്തതോടുകൂടി ഇയാൾ കിടപ്പിലായതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തെക്കുറിച്ച് ഇന്ന് ഈ ധ്യാന ശുശ്രൂഷയ്ക്കിടയ്ക്ക് ധ്യാനിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഇതിൻ്റെ ആരംഭം എവിടുന്നാണെന്നറിയാവോ? ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭർത്താവിനോട് ഭാര്യ ചോദിച്ച ചോദ്യം എന്നതാ ചോദിച്ചേ? നിങ്ങളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? നിങ്ങളിങ്ങനെ നടന്നോ? ആണാണെന്നും പറഞ്ഞ് നടന്നോ? ഇങ്ങോട്ട് ചെല്ല്. ഭാര്യ ആ സംസാരം അല്പം ശാന്തമായിട്ട് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ആ മനുഷ്യൻ അങ്ങനെ കിടപ്പിലാകുമായിരുന്നോ? ഞാനിത് ചോദിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നിന്റെ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇതുപോലെ ചിലര് കിടപ്പിലാണെന്ന് മനസ്സിലായില്ല? നമ്മുടെ വീട്ടിൽ ചിലരൊക്കെ കിടപ്പിലാണ്. ശാരീരികമായിട്ടല്ലെന്നേ ഉള്ളൂ, മാനസികമായിട്ടൊക്കെ ചിലരൊക്കെ കിടപ്പിലാണ്. നമ്മുടെ വായിൽ നിന്ന് വീണ ചില വാക്കുകൾ എത്രയോ വലിയ സങ്കടമാണ്, ഭാരമാണ് മറ്റുള്ളവരുടെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളതെന്നറിയോ? സംസാരത്തെ സൂക്ഷിക്കണം, സംസാരത്തെ സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ സംസാരിക്കേണ്ടെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ സംസാരിക്കരുത് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ രീതി എന്താ? സംസാരിക്കാൻ പാടില്ലാത്ത സമയത്ത് സംസാരിക്കും, സംസാരിക്കേണ്ട സമയത്ത് മിണ്ടാണ്ടിരിക്കും. അതാണ് നമ്മുടെ പ്രശ്നം. ഈ വിശുദ്ധ അന്തോനിസ് പുണ്യവാളന്റെ തിരുനാൾ ദിവസം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അഴിയാത്ത നാവിനെ നീ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധ അന്തോനിസ് പുണ്യവാളൻ എന്നോടും നിന്നോടും പറയുന്നു, നിന്റെ സംസാരത്തെ നീ ശ്രദ്ധിക്കണം. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തേ, നിന്റെ സംസാരത്തെ നീ ശ്രദ്ധിക്കണം. ഇതിനെക്കുറിച്ച് പത്രോസ്ലീഹായുടെ ഒന്നാം ലേഖനം ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 10, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 10, 1 പത്രോസ് 3-ാം അധ്യായം 10-ാം തിരുവചനം, 1 പത്രോസ് 3-ാം അധ്യായം 10-ാം തിരുവചനം. വചനം പറയുന്നു, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തന്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തന്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ്ലീഹ എന്താ പറഞ്ഞേ? ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ. ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജീവിതത്തോട് സ്നേഹമുണ്ടോ? യെസ് ഓർ നോ? ഉണ്ടോ? പറയ്. ജീവിതത്തിൽ നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം? നാവിനെ നിയന്ത്രിക്കണം. ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ട പ്രവൃത്തിയാണ്, നിന്റെ നാവിനെ നീ ശ്രദ്ധിക്കണം. ഇതിനെക്കുറിച്ച് സങ്കീർത്തനം 34 അതിൻ്റെ 12-13 തിരുവചനം, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 34 വേഴ്സ് 12 and 13. സങ്കീർത്തനം 34 തുറന്ന് വായിച്ചേ, നോട്ട് ബുക്കിൽ എഴുതിയെടുത്ത് പഠിച്ചോണേ. സങ്കീർത്തനം 34 അതിൻ്റെ 12-13 തിരുവചനം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായി ദീർഘായുസ്സ് അഭിലഷിക്കുകയും ചെയ്യുന്നവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിച്ചുകൊള്ളുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മുടെ സംസാരത്തെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ സംസാരത്തെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ വീട്ടിൽ
നമ്മുടെ വീട്ടിൽ, ധ്യാനമന്ദിരത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ നമ്മുടെ സംസാരത്തെ സൂക്ഷിക്കണം. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആരംഭം ഒരു മൂന്നാല് വർഷം ഈ പോട്ട് ആശ്രമത്തിലുണ്ടായിരുന്നു. അന്ന് പോപ്പുലർ മിഷൻ ധ്യാന ശുശ്രൂഷയ്ക്ക് സഹായിക്കാൻ പോകുന്നു. പാലക്കാട് അടുത്ത് ഒരു ഇടവകയിൽ പോപ്പുലർ മിഷന് ധ്യാനത്തിന് സഹായിക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ സീനിയർ അച്ഛന്മാരൊക്കെ കൂടെയുണ്ട്. അവിടെ ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ പറഞ്ഞു, അച്ഛന്മാരെ, നിങ്ങൾ ഈ ഇടവകയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ ഇടവകയിലെ ഒരു കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പാരമ്പര്യമായിട്ട് ഒത്തിരി സമ്പത്തുള്ള കുടുംബമാണ്, പാരമ്പര്യമായിട്ട് പള്ളിയോടും ഇവിടുത്തെ കാര്യങ്ങളോടൊക്കെ അടുപ്പമുള്ളതാണ്. പക്ഷേ ഈ അടുത്ത നാളുകളിൽ അവരുടെ കുടുംബത്തിൽ ഭയങ്കരമായ പ്രശ്നങ്ങളും ദുരിതങ്ങളും. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വല്യച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ധ്യാനത്തിന് മുമ്പ് തന്നെ ആ വീട് പള്ളിയിൽ നിന്ന് വലിയ ദൂരമല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്, നമുക്ക് അവിടെ ഒന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ പോപ്പുലർ മിഷൻ ധ്യാനം ആരംഭിക്കാം. സാധാരണഗതിയിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് വീട് സന്ദർശനം. എന്നാൽ ഈ ഇത്രയും വികാരിയച്ഛൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ്, അതായത് ഞായറാഴ്ച ദിവസം അതാ വീട്ടിലോട്ട് ഈ വല്യച്ഛൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ 3-4 അച്ഛന്മാർ കടന്നു ചെന്നു. അപ്പം ഞാൻ ഈ വല്യച്ഛൻ, പ്രായമുള്ള നമ്മുടെ സഭയിലെ തന്നെ ഒരു അച്ഛനാണ്, ഈ അച്ഛൻ്റെ മുഖത്തോട്ട് നോക്കി നിൽക്കുക. ഈ അച്ഛൻ എന്താണ് ഈ വീട്ടിൽ പോയി പറയാൻ പോകുന്നത്? കാരണം ആ വീടിൻ്റെ അവസ്ഥ എന്താ? വലിയ ദുരിതം, ഭാരം, സാമ്പത്തിക തകർച്ച, പക്ഷേ ഒത്തിരി ഭൂസ്വത്തൊക്കെ ഉണ്ട്, പക്ഷെ തകർച്ചയാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അച്ഛന്മാരൊക്കെ ചെന്നു, ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചു. ഈ വല്യച്ഛൻ ചില പ്രാർത്ഥനകളൊക്കെ ചൊല്ലി. അപ്പോഴൊക്കെ ഞാൻ ഈ അച്ഛൻ്റെ മുഖത്തോട്ട് നോക്കുന്നത്, അച്ഛൻ എന്താണ് ഇവരോട് പറയാൻ പോകുന്നത്, എന്താണ് ഇവരുടെ പ്രശ്നം? അവരെല്ലാവരും മുഖത്തോട്ട് നോക്കുന്നത് എന്താണ് ഞങ്ങളുടെ തകർച്ചയുടെ കാരണം. ഇങ്ങനെ പലതും അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അച്ഛൻ പറഞ്ഞു, നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ സംസാരത്തെ വളരെ ശ്രദ്ധിക്കണം. അപ്പം എനിക്കൊന്നും മനസ്സിലായില്ല. അതിനുശേഷം അച്ഛൻ ഒരു വചനം പറഞ്ഞു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ വചനം ഒന്ന് പങ്കുവയ്ക്കാം. പ്രിയപ്പെട്ടവരെ, തുറന്നു വായിക്കുക. സഭാപ്രസംഗകന്റെ പുസ്തകം 5-ാം അധ്യായം 6-ാം തിരുവചനമാണ്. ഒരു നല്ല ഒന്നാന്തരം തിരുവചനമാണ്, നമ്മൾ പഠിക്കേണ്ട ഒരു വചനമാണ്. ഈ ശുശ്രൂഷ സമയത്ത് ഈ വചനം പഠിച്ചാലുണ്ടല്ലോ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കും. ഒന്ന് തുറന്നു വായിക്കാവോ? സഭാപ്രസംഗന്റെ പുസ്തകം 5-ാം അധ്യായം 6-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്, നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. ഇതാണ് വചനം. കണ്ടല്ലോ, സഭാപ്രസംഗകന്റെ പുസ്തകം 5-ാം അധ്യായം 6-ാം തിരുവചനം. നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. അടുത്തത്, തെറ്റു പറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത്. കണ്ടോ, തെറ്റു പറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത്. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന്? ഇതൊരു ചോദ്യമാണ്. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? വാക്കുകളാൽ, സംസാരത്താൽ നിന്റെ കുടുംബത്തിലെ അധ്വാന ഫലം നശിപ്പിക്കരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ സംസാരം അധ്വാനിക്കാഞ്ഞിട്ടല്ലെന്ന്. പല വീടുകളിൽ സമാധാനം ഇല്ലാത്തതിൻ്റെ കാര്യം എന്താ? അധ്വാനം ഇല്ലാഞ്ഞിട്ടാണോ? അല്ലല്ല. രാവിലെ കൊച്ചുവെളുപ്പം കാലം തൊട്ട് അധ്വാനം ആരംഭിച്ച് പക്ഷേ വീട്ടിൽ എന്തുകൊണ്ടാണ് സമാധാനം ഇല്ലാതെ പോകുന്നത്? പലപ്പോഴും നമ്മുടെ സംസാര ശൈലിയിൽ വരുന്ന പല പാളിച്ചകളും. ഈ വല്യച്ഛൻ പറഞ്ഞു, നമ്മുടെ ഈ വീട്ടില് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങളുടെ സംസാരമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഓൺലൈനിൽ പങ്കെടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലെ സംസാരം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ ദൈവസ്തുതികളും പ്രാർത്ഥനകളും വചനങ്ങളും ഉയർന്നു കഴിഞ്ഞാൽ ആ അന്തരീക്ഷത്തിൽ ആ വലിയ അഭിഷേകം നിറഞ്ഞു നിൽക്കും. ഇതിന് പകരമായി നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ചീത്ത വാക്കുകൾ, കെട്ട വാക്കുകൾ, പരസ്പരം നശിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ വീണു കഴിഞ്ഞാൽ ആ അന്തരീക്ഷത്തെ നശിപ്പിക്കും. ആ വീട്ടിൽ അത് കെട്ടിക്കിടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വീട്ടില് രാവിലെ ആദ്യം എഴുന്നേക്കുന്നത് ആരാ? അമ്മ. ഏറ്റവും അവസാനം കിടക്കാൻ പോകുന്ന ആരാ? അമ്മ. അമ്മ അവസാനം കിടക്കാൻ പോകുന്നതിന് മുമ്പ് മിക്കവാറും ചെയ്യുന്ന പ്രവൃത്തി അതെവിടെയായിരിക്കും എന്നറിയാവോ?
അടുക്കളയിൽ പാത്രം കഴുകിയൊക്കെ വെക്കുന്നു. അമ്മ അടുക്കളയിൽ പാത്രം കഴുകിയൊക്കെ വെക്കുമ്പോൾ, അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടാണ് രാത്രി കിടക്കുന്നത്. അങ്ങനെയുള്ള അമ്മമാരൊന്ന് കൈപോക്കിക്കേ, ഒന്ന് അറിയണമല്ലോ. ഇങ്ങനെയുള്ള വല്ല കലാപരിപാടി വീട്ടിലുണ്ടോ? ഉണ്ട്, വെരി ഗുഡ്. അപ്പം ചോദിക്കട്ടെ, ഇങ്ങനെ ഈ പാത്രമൊക്കെ കഴുകി വെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നത്? നിങ്ങൾ കാണുന്ന കാഴ്ച പറയട്ടെ. നിങ്ങളിങ്ങനെ പാത്രം കഴുകുന്നു, ദേ അപ്പുറത്തോട്ട് മാറി ആ സോഫയിൽ മകള് കുത്തിയിരുന്നു കൊണ്ട് ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടുകൊണ്ട് ചിരിച്ചോണ്ടിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? പാത്രം കഴുകുന്നു. ഇതാണ് അവസ്ഥ. മകൾ അവിടെ ഇരിക്കുന്നു. അപ്പം നമ്മൾ പാത്രം കഴുകുമ്പോൾ എന്താ പറയുന്നത്? ദൈവമേ, ഇന്നും എനിക്ക് പാത്രം കഴുകാൻ കൃപ തന്ന ദൈവമേ നന്ദി. ആണോ? സത്യം പറ, ആണോ? അല്ല. അയ്യോ, വായിന്ന് വീഴുന്ന വാക്കുകൾ കേൾക്കണം അല്ലേ? ആദ്യം തന്നെ മകളെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞങ്ങോട്ട് ശരിയാക്കും അല്ലേ? അല്ലേടി മൂദേവി, നീ എങ്ങനെ അവിടെ ഇരുന്നോ? നീ കെട്ടിക്കേറുന്ന വീട്ടിൽ നീ നശിച്ചു. ആണോ? അല്ലേ ചേച്ചി? അല്ലേ? നമ്മുടെ വായിൽ നിന്നതാ വീഴുന്നേ. പാത്രം കഴുകുമ്പോൾ പറയണത്, ഓ ഈ നരകത്തിലോട്ട് ഞാൻ വന്നല്ലോ, എൻ്റെ ഈ ജീവിതം നശിച്ചു പോയി, എൻ്റെ ജീവിതം എന്ന് ഇങ്ങനെ പാത്രം കഴുകിയും ഈ അടുക്കളയിൽ കിടക്കാനുള്ള നരക ജീവിതം. ആണോ? നമ്മളൊന്ന് ചിന്തിച്ചേ. ഇത് പറഞ്ഞിട്ടാണ് കിടക്കാൻ പോകുന്നത്. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോ. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് മുഴുവൻ നെഗറ്റീവാണ്. നമ്മുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ മുഴുവൻ നെഗറ്റീവാണ്. അങ്ങനെ നെഗറ്റിവിറ്റി ആ അന്തരീക്ഷത്തിൽ കടന്നു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ദുഷ്ടാത്മാവ് നിന്നെ പീഡിപ്പിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ചോദിക്കട്ടെ, മകളെ നിങ്ങൾ ഉപദേശിച്ചു, ആദ്യത്തെ ദിവസമാണ് ഉപദേശിക്കുന്നത്? എവിടെ? എത്രയോ ദിവസമായി ഉപദേശിക്കുന്നു. വല്ല മാറ്റം ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. ആ കസേരയിൽ നിന്ന് അവൾ അപ്പുറത്തെ കസേരയിലോട്ട് മാറിയിരിക്കും. അത്ര വ്യത്യാസമുള്ളൂ. പാത്രം കഴുകുന്ന അമ്മേ എന്നും പാത്രം കഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാവിനെ ഒന്ന് ശ്രദ്ധിച്ചാലോ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ പാത്രം കഴുകുമ്പോൾ ദയവ് ചെയ്ത് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ നിന്റെ സ്വഭാവത്തിലുണ്ടാവണം. അതിനാണ് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനകൾ ഉയരണമെന്ന് പറയണത്. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനകൾ ഉയർന്നാൽ അത് അന്തരീക്ഷം മുഴുവൻ അത് വലിയൊരു പോസിറ്റീവ് എനർജി ആയിട്ട് അവിടെ നിൽക്കും. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന പ്രാർത്ഥനകൾ, ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ജപമാല ചെല്ലുന്നു, സ്തുതിഗീതങ്ങൾ ആലപിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യ ശക്തിയാണ് അവിടെ കിടക്കുന്നത്. അതെന്ത് ചെയ്യും? അതൊരു അനുഗ്രഹമായിട്ട് മാറും. ഇതില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ പറയുന്ന ഓരോ വാക്കും അതൊരു വലിയ തടസ്സമായിട്ട് മാറും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നു, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. മതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം. എന്താണ് ഒരു കുടുംബത്തിന് അനുഗ്രഹത്തിന് തടസ്സം? നമ്മുടെ സംസാരത്തെ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളൊന്ന് പഠിക്കുവാണ്. നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്പർ 1, ഒന്നാമത്തെ സംസാര ശൈലി, പൊള്ളയായ വാക്കുകൾ പാടില്ല. എന്ന് പറഞ്ഞേ, എന്ത്? പൊള്ളയായ വാക്കുകൾ പാടില്ല. ഒന്നും കൂടെ പറഞ്ഞേ. അതിന് പഠിക്കാൻ പറ്റിയൊരു വചനം പഴയ നിയമത്തിലെ ജോബിന്റെ പുസ്തകം 16-ാം അധ്യായം 3-ാം തിരുവചനം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 16, 16-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം. അതായത് ജോബ് വളരെയധികം സഹന വഴിയിലൂടെ പോകുമ്പോൾ ജോബിൻ്റെ സുഹൃത്തുക്കൾ ഈ ജോബിന്റെ അടുക്കെ വന്ന് പറയുന്ന ചില കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ് ഈ വചനം. 16-ാം അധ്യായം 3-ാം വചനം വായിച്ചോ. ഉള്ള വാക്കുകൾക്ക് അറുതിയില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്ത്? നീ എൻ്റെ അതായത് പൊള്ള വാക്കുകൾക്ക് അറുതിയില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്ത്? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പൊള്ളയായ വാക്കുകൾ പാടില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, പൊള്ളയായ വാക്കുകൾ പാടില്ല. പറഞ്ഞുകൂടി ചേച്ചി, പൊള്ളയായ വാക്കുകൾ പാടില്ല.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്നു. ഒരു രോഗിയെ, വീടിനടുത്തുള്ള ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്നു. ആശുപത്രി ചെല്ലുന്നു. അപ്പോൾ ആ രോഗിയുടെ അടുക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? എന്താണ് പറയുന്നത്? നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഡൽഹിയിലായിരുന്ന അവസരത്തിൽ ഞാൻ അവിടെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എയിംസ് ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ കൂടെ ധ്യാനമന്ദിരത്തിൽ കുറച്ച് സഹോദരന്മാർ ഒരു സന്ദർശനത്തിന് വന്നവരുണ്ട്. ഞാൻ പറഞ്ഞു, വാ നമുക്കൊരു ആശുപത്രി വരെ പോകാം, ഒരു രോഗിയെ കാണാൻ പോകാം. അങ്ങനെ ആശുപത്രി ചെന്ന് രോഗിയെ കാണാൻ, രോഗി ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുന്നു, മലയാളിയാണ്, കട്ടിലേൽ ഇങ്ങനെ പേടിച്ചു വിറച്ച് കട്ടിലേക്ക് കിടക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന, എൻ്റെ കൂടെ വന്ന, അവിടെ ഡൽഹി സന്ദർശിക്കാൻ വന്ന കുറച്ച് സഹോദരങ്ങളാണ്. അവരവിടെ നിന്നുകൊണ്ട് പറയുവാണ്, അയ്യോ എന്നാ പറയാനാ, എൻ്റെ വീടിനടുത്ത് ഇതുപോലെ ഒരു ചേട്ടൻ കുറച്ച് ദിവസം രോഗിയായിട്ട് കിടന്നു. ഇതേ രോഗം 7-ാമത്തതോ 8-ാമത്തെ ദിവസം മരിച്ചുപോയി. ഇത് പറയേണ്ട സമയമാണോ? അത് ആണോ? ഒന്നാമത് ആ കിടക്കുന്ന ആ ചേട്ടൻ്റെ അവസ്ഥ എന്താ? ഇപ്പം പോകുമെന്നും പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പോഴാണ് സന്ദർശിക്കാൻ വന്ന ഒരാൾ പറയാണ്, എൻ്റെ വീടിനടുത്ത് ഇതേ രോഗമുള്ള ഒരാളുണ്ടായിരുന്നു, 7-8 ദിവസം കഴിഞ്ഞ് മരിച്ചുപോയെന്ന്. നമ്മുടെ വായിൽ നിന്ന് വീഴേണ്ട വാക്കുകൾ അല്ലേ? ചിലപ്പോൾ ചിലരെ കണ്ടിട്ട് പറയും, ആ നിനക്കിങ്ങനെ വരേണ്ടതാ, നിനക്കിത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ചിലരുടെ വായിൽ നിന്ന് വീഴുന്നത് അല്ലേ? ആ നിന്റെ പ്രവൃത്തി കണ്ടാൽ അറിയാം നിനക്കിത് വരേണ്ടതാണ്. ദേ, പൊള്ളയായ വാക്കുകൾ പാടില്ല. പറഞ്ഞു കൊടുത്തേ ഒന്നും കൂടെ അടുത്തിരിക്കുന്നതിനോട്, പൊള്ളയായ വാക്കുകൾ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തത് വികടമായ വാക്ക്. എന്ത് വാക്ക്? വികടമായ വാക്ക് അല്ലെങ്കിൽ കഠിനമായ വാക്ക് പാടില്ല. വികടമായ വാക്ക്, കഠിനമായ വാക്ക് സൂക്ഷിക്കണം. ഒരു വചനം പഠിക്കാം. അത് സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 4-ാം തിരുവചനം, ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ 15 വേഴ്സ് 4. വചനം പറയുന്നു, സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ്, വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു. കണ്ടോ? സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ്, വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ചില സമയത്തെ വാക്കുണ്ടല്ലോ ഇച്ചിരി കഠിനമാണ് അല്ലേ? മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന തരത്തിൽ, ഭാരപ്പെടുന്ന തരത്തിലുള്ള സംസാര ശൈലി വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. നാളുകൾക്ക് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും, ഈ ഭർത്താവിന് ചില തെറ്റുകളൊക്കെ പറ്റിപ്പോയി. ഭാര്യയുടെ തന്നെ കൂട്ടുകാരിയോട് ഈ മനുഷ്യന് സ്നേഹബന്ധം വന്നു. അത് വലിയ പ്രശ്നമായി, അവിഹിത ബന്ധത്തിലോട്ട് ചെന്നു. ഇവരുടെ മൂത്ത മകളാണിത് കണ്ടുപിടിക്കുന്നത് മൊബൈൽ ഫോണിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ നന്നായിട്ടൊന്നും ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ, പക്ഷെ നിങ്ങളുടെ മക്കൾക്കറിയാം. മനസ്സിലായോ? അതുകൊണ്ട് സൂക്ഷിക്കണം. നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ മൊബൈലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അവർക്കറിയാം. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഹിസ്റ്ററി മുഴുവൻ അവർ തപ്പിയെടുക്കും. നിങ്ങൾ വിചാരിക്കും, അയ്യോ ഒന്നും കണ്ടില്ല. സൂക്ഷിക്കണം. നമ്മുടെ മക്കൾക്ക് എല്ലാം അറിയാം, അവരിത് കണ്ടുപിടിക്കും. അവർ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് ട്രെയിനിങ് കഴിഞ്ഞാൽ പുറത്തിപ്പോൾ വരുന്നത് ഇന്നത്തെ ന്യൂ ജെൻ പിള്ളേരെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൽ അപ്പൻ്റെ മൊബൈൽ ഫോണിൽ അപ്പനൊരു തെറ്റായ ബന്ധമുണ്ടെന്ന് മകളാണ് കണ്ടുപിടിക്കുന്നത്. അവരുടെ കുടുംബത്തിലൊരു വൈദികനൊക്കെ ഉള്ളത് കൊണ്ട് അധികം പുറത്തു പോകാതെ ഈ പ്രശ്നത്തെ സൗമ്യമായി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ധ്യാനകേന്ദ്രത്തിൽ പറഞ്ഞു വിടുന്നു, ധ്യാനം കൂടുന്നു. ഭർത്താവിന് അനുതാപം, ദൈവമേ ഇനി മേലാൽ ഇനി നിന്നെ അല്ലാതെ മറ്റൊരു സ്ത്രീയുടെ മുഖത്ത് പോലും ഞാൻ നോക്കിയല്ല. അയാൾ ഭാര്യയുടെ കാലെ വീണ് കിടന്ന് മാപ്പ് ചോദിച്ചു, സന്തോഷത്തോടെ തിരിച്ചുപോയി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അവരുടെ ഇടവകപ്പള്ളിയിൽ ഒരു തിരുനാളിനോട് ബന്ധപ്പെട്ട് കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം? സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു അച്ഛാ, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഭർത്താവ് എൻ്റെ ചെവി വന്നിട്ട് പറഞ്ഞു, അച്ഛാ അന്ന് ഞങ്ങളെ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് അച്ഛൻ പറഞ്ഞതല്ലേ ഇനി ഈ വിഷയത്തെക്കുറിച്ചൊന്നും മിണ്ടരുതെന്നൊക്കെ. ഞാൻ പറഞ്ഞു, യെസ് പറഞ്ഞതല്ലേ, ഇപ്പം എന്താ പ്രശ്നം? അയ്യോ അച്ഛാ അങ്ങനെയൊന്നും അല്ല, എൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ചില കുത്തുവാക്കുകൾ പറയുന്നില്ലേ എന്നൊരു സംശയമുള്ളൂ. ഞാൻ പറഞ്ഞു, അങ്ങനെ വല്ലതും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ ആ നോട്ടവും ആ പെരുമാറ്റവും കാണുമ്പോഴത്തേക്കും എനിക്കൊരു സംശയം. ഞാൻ ഭാര്യനെ വിളിച്ചു,
ഞാൻ അന്ന് പറഞ്ഞതല്ല, ഇനി മേലെ ഈ വിഷയം പറയരുതെന്ന്. ദേ, ഈ മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യൻ, ഇദ്ദേഹത്തെ ഇനി വിഷമിപ്പിക്കാവൂ? അയ്യോ, ഞാൻ വിഷമിപ്പിക്കാറില്ല അച്ഛാ. ഭർത്താവ് പറഞ്ഞു, ശരിയാ, പക്ഷെ എന്നാലും ഉണ്ടല്ലോ, ഞാൻ ഒരല്പം വൈകി വന്നാൽ, നിങ്ങൾ എവിടെയായിരുന്നെന്ന് എനിക്കറിയാം, തീർന്നു. അച്ഛാ, ഞാൻ വൈകുന്നൊരല്പം വൈകി വന്നാൽ നിങ്ങൾ എവിടെയായിരുന്നു എനിക്കറിയാം. എൻ്റെ അച്ഛാ, ഞാൻ എവിടെയായിരുന്നു ഇവക്ക് എന്തറിയാം? ഇവളുടെ തലയ്ക്കകത്ത് എന്തുവാ? ഞാൻ അവിടെ എങ്ങാനിരുന്നൊരു മൊബൈലൊന്ന് കുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലൂടെ ഭാര്യ നടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ, ആ താളത്തിനൊരു വ്യത്യാസം. കാലൊക്കെ ചവിട്ടുമ്പോൾ ആന ചവിട്ടണ പോലെ അച്ഛാ. തലയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് പറയും, ഞാനൊന്നും മറന്നിട്ടില്ല. പോരെ അച്ഛാ, ഇതിനപ്പുറം എന്നാ പറയാനാ? എൻ്റെ നെഞ്ചിൻ്റെ അകത്തേക്ക് ഒരു ബോംബിടണ പോലെയാ. എൻ്റെ നെഞ്ചിൻ്റെ അകത്തേക്ക് ബോംബിടണ പോലെയാ. സത്യമായിട്ട് ഈ സ്ത്രീ പറഞ്ഞു, അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. ചില മൂളിച്ചകളും ചില പ്രത്യേകിച്ച് ആ മുരടിച്ച അല്ലേ, ചിലരുടെ വായിന്ന് ചില സമയം അതാണ് അതിൻ്റെ അർത്ഥം. ദേ, സംസാരത്തെ സൂക്ഷിക്കണം. കഠിനമായ വാക്ക്, വികടമായ വാക്ക് സൂക്ഷിക്കണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഹങ്കാരത്തിൽ നിന്ന് സംസാരിക്കരുത്. പറഞ്ഞേ, ചിലരുടെ സംസാര ഭാഷ ശൈലി തന്നെ അങ്ങനെയല്ലേ അല്ലേ? മലാക്കിയരുടെ പുസ്തകം 3-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കഠിനമായ വാക്കെന്നാ പറയണത്. കഠിനമായ വാക്ക്, അതായത് ആ വാക്കിൻ്റെയൊക്കെ ഭാവം, പ്രത്യേകിച്ച് അഹങ്കാര ചിന്തകളും ഭാരങ്ങളും അല്ലേ. ചിലർ പറയത്തില്ലേ, എന്നെ തൊടാൻ ആർക്കും പറ്റിയല്ല, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ഭാര്യയും ഭർത്താവിൻ്റെ കലഹത്തിൻ്റെ ഇടയിൽ ഭർത്താവ് പറഞ്ഞു, ഇതെൻ്റെ വീട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി. ഭാര്യയോട് പറയും, ഇതെൻ്റെ വീട്. കല്യാണം കഴിഞ്ഞിട്ട് 28 വർഷം കഴിഞ്ഞു. ഭർത്താവ് ഭാര്യയോട് പറയും, ഇതെൻ്റെ വീട്. അപ്പോൾ പിന്നെ ഭാര്യ ആരുടെയാ? ഈ വീട് ആരുടെയാ? ഭാര്യ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു, ഇതെൻ്റെ വീട്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്, ഞാൻ. അഹങ്കാര ഭാഷ നല്ലതല്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, അഹങ്കാര ഭാഷ നല്ലതല്ല. പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയാ. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ഈ ഭാഷ ശൈലിയിൽ അങ്ങനെ വരും അല്ലേ. നിന്റെ ഔദാര്യം കൊണ്ടൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ തീരുമാനിക്കും, ഞാനാണ്. നല്ലതല്ല. അടുത്തത്, വെറുപ്പിൻ്റെ ഭാഷ നല്ലതല്ല. വെറുപ്പിന്റെ ഭാഷ ശൈലി നല്ലതല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വെറുപ്പിന്റെ ഭാഷ നല്ലതല്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, വെറുപ്പിന്റെ ഭാഷ നല്ലതല്ല. ആ ചേച്ചി ഇരുന്ന് ഉറങ്ങോ ഇത് കേൾക്കേണ്ട സമയത്ത്? വെറുപ്പിന്റെ ഭാഷ, അതിനെ നോക്കല്ല, അതിന് നാണം വരും. ഇങ്ങോട്ട് നോക്കൂ. വെറുപ്പിന്റെ ഭാഷ നല്ലതല്ല. പറഞ്ഞേ, നല്ലതല്ല അല്ലേ. ചിലർ പറയത്തില്ല, ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ നീ അനുഭവിക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും. നീ നന്നായേല, നീ നശിച്ചു പോകും. വെറുപ്പിൻ്റെ ഭാഷ അല്ലേ. ക്ഷമിക്കാതെ വെറുപ്പിൻ്റെ ഭാഷ. ഞാൻ ചത്താലും ക്ഷമിക്കുകയില്ല. ചിലർ പറയത്തില്ലേ, നാളൊരു വഴിപ്രശ്നത്തിന് വേണ്ടി 2 കുടുംബങ്ങൾ അടുത്തിരുത്തി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബനാഥൻ പറഞ്ഞ, അച്ഛനോട് എനിക്ക് സ്നേഹമുണ്ട്, പക്ഷേ ഉണ്ടല്ലോ ഈ വഴിപ്രശ്നം ചത്താലും ഞാൻ ക്ഷമിക്കുകയില്ല. ഇയാൾ മരിച്ചു പോകുമ്പോൾ ഈ മണ്ണെല്ലാം കൂടെ എടുത്തോണ്ടാണല്ലോ പോണത് അല്ലേ. ഇതൊക്കെ ആരെടുത്തോണ്ട് പോകുന്നു? ചത്താലും ഞാൻ ക്ഷമിക്കല. അഹങ്കാര ഭാഷ നല്ലതല്ല. മറ്റൊരു ഭാഷാ ശൈലിയാണ് നിരാശയിൽ നിന്ന് സംസാരം. നിരാശ, ചിലരുടെ വായിൽ എപ്പോഴും നിരാശ, ഡിസപ്പോയിന്റഡ്. നിരാശയുടെ ഭാഷ നല്ലതല്ല. പറഞ്ഞേ, നിരാശയുടെ ഭാഷ നല്ലതല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവെ ചിലരൊക്കെ പറയത്തില്ലേ, ചത്താമതി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് അവർക്ക് ഇതേ പറയാനുള്ളൂ, ചത്താമതി, നശിച്ച ജീവിതം അല്ലേ, എന്തിനു കൊള്ളായി ജീവിതം. ഇങ്ങനെയുള്ള ഭാഷ, നശിച്ച ജീവിതം, ഇങ്ങനെയുള്ള ഈ നിരാശയുടെ ഭാഷ അത് നല്ലതല്ല. മറ്റൊരു ഭാഷാ ശൈലിയാണ് ശാപവാക്കുകൾ അല്ലേ. ശാപവാക്കുകൾ. നീ തെണ്ടി നടക്കുന്നത് കാണേണ്ടി വരും, നീ മുടിഞ്ഞു പോകും. ചിലരുടെ ഭാഷയാണ് വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഭാഷ. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രത്യേകിച്ച് മാതാപിതാക്കളെ കരങ്ങൾ ഉയർത്തിക്ക്. കല്യാണം കഴിച്ചൊരു കൈ പൊക്കിക്കേ. സംശയമാണോ? അവിടെ പൊക്കിക്കോ കൈ. പകുതി കല്യാണമല്ല, ഫുൾ കല്യാണം. വെരി ഗുഡ്. ഹല്ലേലൂയാ. പ്രത്യേകിച്ച് നിങ്ങളുടെ വായിൽ നിന്ന് വാക്കുകൾ വീഴുമ്പോൾ പ്രത്യേകിച്ച് വീട്ടിൽ സൂക്ഷിക്കണം കേട്ടല്ലോ.
നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്നത് കണ്ടാണ് ആര് പഠിക്കുന്നത്, കേട്ടാണ് ആര് പഠിക്കുന്നത്? നിങ്ങളുടെ മക്കൾ പഠിക്കും. നാളൊരു ചേച്ചി ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി മകളെയും കൊണ്ടുവന്നു. മകൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകളെ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എന്തോ ഒരു പൈശാചിക പീഡയുള്ള കൊച്ച. കാര്യം എൻ്റെ കൊച്ച, പക്ഷേ ഈ വായിന്ന് വീഴുന്ന വാക്കുകളുണ്ടല്ലോ, അയ്യോ ഏതോ ഒരു പൈശാചിക ശക്തി ഇവളിൽ പ്രവർത്തിക്കുന്നു. വാ തുറന്ന ചീത്ത വാക്കുകൾ മാത്രമേ ഉള്ളൂ, ചീത്ത വാക്കുകൾ മാത്രം. അച്ഛാ ഇവളെ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ അന്നാമള്ള ഊറാല ഇട്ടോണ്ട് വാ, ഇവളെ ബന്ധിക്കൂ. ഞാൻ പോയി അന്നാമള്ള ഊറാലയൊക്കെ ഇട്ടുകൊണ്ട് വന്നു. അമ്മ എന്നോട് കൽപ്പിച്ചിരിക്കുമല്ലേ ചെയ്യണമെന്ന്. ഞാൻ ഈ 8ാം ക്ലാസ്സുകാരെ നിർത്തി. ഞാൻ പറഞ്ഞെടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്, നിന്റെ ഉള്ളിലുള്ള പൈശാചിക ശക്തികളെ ബന്ധിക്കാൻ പോവാണ്. ഉടനെ തന്നെ അമ്മ ഓടി മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ആദ്യം എൻ്റെ തലയിൽ ഇച്ചിരി ഹന്നാം വെള്ളം തളിക്കൂ വച്ചാ. മനസ്സിലായോ? 8ാം ക്ലാസ്സുകാരി എവിടുന്നാണ് ഈ ചീത്ത വാക്ക് പറഞ്ഞു പഠിച്ചത്? അമ്മയുടെ വായിൽ നിന്ന് കേട്ടതാന്ന്. അമ്മയുടെ വായിൽ നിന്ന് കേട്ടതാ. വീട്ടിലെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും വളരെ 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 സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ, മാതാപിതാക്കളെ, നിങ്ങൾ വീട്ടിൽ വഴക്കടിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ വല്ലതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും കൂടെ വഴക്കടിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയോട് എന്തായിരിക്കും പറയുന്നത്? അല്ലയോ ഭവതി, നിന്നെ വിവാഹം ചെയ്തതാണ് എൻ്റെ ജന്മസാഫല്യം. ആണോ? ഒന്നുമല്ല അല്ലേ? ഭർത്താവിൻ്റെ വായിൽ നിന്ന് വീഴുന്നത് അങ്ങോട്ട് കേൾക്കണം. എടി മൂദേവി അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഭാര്യയുടെ മരിച്ചുപോയ അപ്പാപ്പനെ അമ്മാമ്മനും തൊട്ട് പൂർവ്വപിതാക്കളെ വരെ വിളിച്ചു വരുത്തി അങ്ങോട്ട് ക്രോസ് വിസ്താരം നടത്തും. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ഭാര്യ എന്തായിരിക്കും ഭാര്യയുടെ അവസ്ഥ? അയ്യോ എൻ്റെ ഭർത്താവേ, അങ്ങാണ് എൻ്റെ സമ്പത്ത്. ആണോ? എവിടെ? ആ സാരി അങ്ങോട്ടൊരു കുത്തും കൂടെ കുത്തി തലമുടി അങ്ങോട്ട് അഴിച്ചിട്ട് കള്ളിയാങ്കാട്ട് നീലി നാണം കെട്ട് ഓടിക്കളയും അല്ലേ? ഒരു ചാട്ടവും കൂടെ ചാടിയിട്ട് ഉടനെ തന്നെ ഇയാൾ വലിയ വർത്താനൊന്നും പറയണ്ടോ അല്ലേ? ഇയാളുടെ കുടുംബചരിത്രമൊക്കെ എനിക്കറിയാം, ഇയാളുടെ വീട് ഇതാര് കേട്ടിരിക്കുന്നു? മക്കളിത് ദൈവമേ, എൻ്റെ ഡാഡിയുടെയും മമ്മിയുടെയും അപ്പൻ്റെ അമ്മയുടെയും കുടുംബ ഭാര്യം ബലേപേഷ്, അവരിത് കേട്ടിരിക്കും. അപ്പോഴൊന്നും മിണ്ടൂല്ല. പിന്നെ എപ്പോഴാ മിണ്ടണേ? നിങ്ങൾ അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ പറയും, ന്യൂജൻ പിള്ളേരാ, എന്തു പറയും? നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട, ആദ്യം പോയി നിങ്ങളുടെ കുടുംബം നന്നാക്കിയിട്ട് വരാൻ പറയും മക്കളെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ തിരുനാൾ ദിവസത്തിൽ അന്തോണിസ് പുണ്യവാളൻ നിന്നോട് പറയുന്നു, മക്കളുടെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കല്ലേ. ഇത് കേട്ടോണ്ടിരിക്കുന്ന ചിലർക്കിടെ ഉള്ളിലൊരു വല്ലാത്ത വിഷമം. അച്ഛാ ചില സമയത്ത് 2 എണ്ണം പറഞ്ഞില്ലെങ്കിൽ എന്തോ പോലെയാ. വരും ചില സമയത്ത് 2 എണ്ണം പറഞ്ഞില്ലെങ്കിൽ എന്തോ പോലെ. അങ്ങനെ വിഷമം വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? വീട്ടിൽ നിന്ന് നിങ്ങൾ 2ഉം കൂടെ പുറത്തോട്ടിറങ്ങണം. ഉദാഹരണത്തിന് ചാലക്കുടിയിലൊക്കെ ആണെങ്കിൽ മുനിസിപ്പൽ പാർക്കുണ്ട്, ഇല്ലെങ്കിൽ KSRTC ബസ് സ്റ്റാൻഡുണ്ട്, റെയിൽവേ ട്രാക്കുണ്ട്. എവിടെയെങ്കിലും പോയി തുറസായ സ്ഥലം, ഇഷ്ടംപോലെ റബ്ബർ തോട്ടമുണ്ട്, ജാതിക്ക തോട്ടമുണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പറയണം. അപ്പോൾ എന്ത് കിട്ടും? ഒരാശ്വാസം കിട്ടും. പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഒരു ചായക്കടയിൽ കയറി ചായയും പരിപ്പോടയും കഴിച്ച് വീട്ടിൽ വരണം. സമാധാനം. മക്കളുടെ മുമ്പിൽ വെച്ച് ദയവ് ചെയ്ത് നമ്മുടെ വായിൽ നിന്ന് അനാവശ്യ കാര്യങ്ങൾ വീഴല്ലേ. കേട്ടല്ലോ? വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, അവരത് പെട്ടെന്ന് തലയ്ക്കകത്ത് കയറ്റിവെക്കും. ഒരു പള്ളിയുടെ അടുത്തുള്ളൊരു വീട്, 2 ആൺകുട്ടികൾ, +2 പഠിക്കുന്നവനും 10ാം ക്ലാസ് പഠിക്കുന്നവനും. അപ്പം ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്ന്, ഇവർ വളരെ ആക്റ്റീവാണ്, കുട്ടികൾ നല്ല മുടുക്കന്മാരാണ്. വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇവന്മാരുടെ പഠനം, എങ്ങനെയുണ്ട്? ഉടനെ തന്നെ അമ്മ ഇളയവനെ പിടിച്ച് നെഞ്ചത്തോട് ചേർത്തിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ മിടുക്കൻ, എൻ്റെ മോന നന്നായി പഠിക്കും. മൂത്തവനെ തള്ളി അപ്പൻ്റെ അടുക്കലോട്ട് നിർത്തിയിട്ട്, അച്ഛാ ഒന്നും പഠിക്കുകയല്ല, അപ്പൻ്റെ അല്ലേ മോൻ, മണ്ടനാ മണ്ടൻ. 2ഉം വന്നത് എവിടുന്നാ? ഒരേ വഴിയിലല്ലേ? പിന്നെ എങ്ങനെ പഠിക്കുന്ന കൊച്ച് എൻ്റെതും പഠിക്കാത്തത് അപ്പൻ്റെ ആയി? ഈ കൊച്ചിനെ മണ്ടൻ എന്ന അമ്മ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊച്ചു പഠിക്കുവോ? നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് പ്രാർത്ഥനാ ശുശ്രൂഷ മേഖലയിലുള്ള കരിസ്മാറ്റിക് ശുശ്രൂഷകർ, മധ്യസ്ഥ പ്രാർത്ഥനക്കാരൊക്കെ വളരെ സൂക്ഷിക്കണം. അധിക നാളായിട്ടില്ല, ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ്റെ വീട്ടിൽ ഞാൻ പോയി. മധ്യസ്ഥ പ്രാർത്ഥനക്കാരനല്ല, മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ വീട്ടിൽ ഞാൻ പോയി. ധൈര്യമായിട്ട് പറയാം, ഇവിടുത്തതല്ല, ദൂരത്തുള്ളതാണ്. ഈ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ മകൻ പള്ളി വരുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. അവൻ ഈ പരിപാടിയൊക്കെ നിർത്തി.
ഞാൻ അവനോട് ചോദിച്ചു, എടാ നിന്റെ അമ്മ എന്തോരം കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, നീ എന്താടാ പള്ളി വരാത്തത്, പ്രാർത്ഥിക്കാത്തത്? അവൻ പറഞ്ഞു, എനിക്കിഷ്ടമല്ല. ഞാൻ ചോദിച്ചു, അതെന്താ? എൻ്റെ അച്ഛാ, അമ്മ ധ്യാനം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എന്നെയും എൻ്റെ ഡാഡിയെയും ശപിക്കും. നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾ മുടിഞ്ഞു പോകും, നിങ്ങൾ നരകത്തിൽ പോകും, ഞാൻ മാത്രം സ്വർഗത്തിൽ പോകും. അച്ഛാ, എൻ്റെ അമ്മ പോകുന്ന സ്വർഗത്തിൽ വരാൻ എനിക്ക് താല്പര്യമില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാമല്ലോ. എൻ്റെ അമ്മ രാവിലെ തൊട്ട് ഇത് തന്നെ പരിപാടി. ഏതെങ്കിലും ശുശ്രൂഷയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞ് ഉടനെ പറയും, നീ നശിച്ചു പോകും, നിന്റെ അപ്പനും നശിച്ചു പോകും, ഞാൻ മാത്രം സ്വർഗത്തിൽ പോകും. അച്ഛാ, എൻ്റെ അമ്മ പോകുന്ന സ്വർഗത്തിൽ എനിക്ക് വരാൻ താല്പര്യമില്ല. ശുശ്രൂഷകരെ സൂക്ഷിക്കണേ. നിന്റെ നാവിലെ സംസാര ശൈലി കൊണ്ടാണോ നിന്റെ മക്കൾ പള്ളി വരാത്തത്, നിന്റെ ഭർത്താവ് പള്ളി വരാത്തത്, നിന്റെ ഭാര്യ പള്ളി വരാത്തത്, നിന്റെ അയൽവാസികൾ പള്ളി വരാത്തത്? വളരെ സൂക്ഷിക്കണം. സങ്കീർത്തനം 141 പഠിച്ച വചനം, 3-ാം വചനം ഒന്ന് പറഞ്ഞേ. ഏതാ വചനം? കർത്താവേ, എന്റെ നാവിന് കടിഞ്ഞാണിടണമേ, എന്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചാടി എഴുന്നേറ്റ് നിന്നേ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസാരം വഴി നമുക്കൊക്കെ ഒത്തിരി തെറ്റുകൾ പറ്റുന്നതാണ്. എപ്പോഴാ സംസാരിക്കേണ്ടതെന്ന് പലപ്പോഴും നമുക്കൊരു ബോധം കിട്ടുന്നില്ല. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത സമയത്താണ് നമ്മൾ പലതും പറയുന്നത്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിശുദ്ധ അന്തോനിസ് പുണ്യവാളം വഴി ഒരു അത്ഭുതകരമായ ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ അടച്ചോളൂ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഈ സമയത്ത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് എല്ലാവരും ആഗ്രഹിക്കണം, ദൈവത്തിൻ്റെ ആത്മാവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ നാവിനൊരു കടിഞ്ഞാൺ, എൻ്റെ നാവിനൊരു നിയന്ത്രണം നൽകണമേ. ഓ കർത്താവേ, എൻ്റെ സംസാരത്തെ നിയന്ത്രിക്കാൻ എനിക്ക് ബലം നൽകണമേ. വിശുദ്ധ അന്തോനിസ് പുണ്യവാളന്റെ അഴുകാത്ത നാവിൻ്റെ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിലേക്കും വെളിപ്പെടാൻ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ. നാവ് തുറന്ന് നമ്മുടെ നാവ് വഴി വന്നിട്ടുള്ള എല്ലാ തിന്മകൾക്കും ഈ നാവിലൂടെ തന്നെ പരിഹാരം ചെയ്യുന്നത് പോലെ നാവ് തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ, നാവ് തുറന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാൻ, നാവ് തുറന്ന് ആബാ പിതാവേ എന്ന് വിളിക്കാൻ ശക്തിയും ബലവും ലഭിക്കട്ടെ. ദൈവജനം ഒരുമിച്ച് നാവ് തുറന്ന് വിളിക്കട്ടെ. നിന്റെ സ്തുതിഗീതങ്ങൾ ഉയരുമ്പോൾ, വചനത്തിന്റെ ശക്തികൾ കടന്നു വരുമ്പോൾ എല്ലാ തിന്മയുടെ നാരക ശക്തികളും കെട്ടുവിട്ടു പോകും. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ദൈവജനം ഒരുമിച്ച് വിളിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഓ ദൈവത്തിന്റെ ആത്മാവേ, അത്ഭുതകരമായ ഒരു ശക്തി വെളിപ്പെടട്ടെ. ആരാധന, ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആരാധന, ആരാധന, ആരാധന.